ഫ്ലെക്സ് ടെക് വെല്ലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഐസി വെച്ചിട്ടുള്ള ഒരു 2.1 നല്ല വാട്ടോട് കൂടിയുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ആംപ്ലിഫയർ നമ്മുടെ മോഡലുകൾ 2.1 എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് പാനലിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തുന്നില്ല. നമ്മൾ കസ്റ്റമർ എങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കളർ ചേഞ്ചുകൾ വരുത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ മാറ്റം വേണ്ടാന്ന് പറയുന്നതുകൊണ്ടാണ് നമുക്ക് ഇതേ മോഡൽ തന്നെ ചെയ്യുന്നത്. പിന്നെ ഒരു വ്യക്തിക്കല്ല, പല ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അതൊരു ഭംഗിയായിട്ട് തന്നെ തോന്നും. ഇതിപ്പോൾ ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത് TDI IC വെച്ചിട്ടാണ്. അതായത് TDI IC ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഭയങ്കര ഹൈ ക്വാളിറ്റി, ഓഡിയോയ്ക്ക് ഹൈ ക്വാളിറ്റി ഉള്ള ഐസികളാണ് TDIകൾ. വാട്ടേജ് ഒരിക്കലും അതിനെ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ വാട്ട് കുറഞ്ഞതായാലും കൂടിയതായാലും കേൾക്കാൻ നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളതാണ് TDI ഐസികളെല്ലാവരും. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് TDI 7294 ആണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന IC. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്രിഡ്ജ് ചെയ്താണ്. 2 ഐസികൾ തമ്മിൽ ബ്രിഡ്ജ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 6 IC വെച്ചിട്ട് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് 3 ചാനൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഗുണം നമുക്ക് വാട്ടേജ് കൂടുതൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു 8 ohms സ്പീക്കർ കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ഹീറ്റ് ആവാതെ തന്നെ ഇരിക്കും. 4 ohms ആകുമ്പോൾ നമുക്ക് കുറച്ച് ഹീറ്റിംഗ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹീറ്റ് സിങ്ക് വലുപ്പം കൂട്ടും, ഫാൻ അഡീഷണൽ വെക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ 2 IC വെച്ച് ബ്രിഡ്ജ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സബ് വൂഫറിന് വേണ്ടിയിട്ടും 2 IC വീതം ബ്രിഡ്ജ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഒരു 150 വാട്ടിൻ്റെ അടുത്ത് നമുക്കിത് ലഭിക്കും. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് കസ്റ്റമർക്ക് ഇതിൻ്റെ സോഫ്റ്റ് സ്റ്റാർട്ടർ വേണമെന്ന് പറഞ്ഞ കാരണം അതുകൂടി ഉപയോഗിച്ചിട്ടുണ്ട്. കസ്റ്റമർ വേണമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തെടുത്തത്. പിന്നെ BT ബോർഡ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന UPC 1892 എന്ന് പറയുന്ന IC വെച്ചിട്ടുള്ള BT ബോർഡാണ്. അതായത് ബേസും ട്രബിളിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സബ് വൂഫർ ഫിൽറ്റർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് JRC 4558 വെച്ചിട്ടുള്ള സബിൻ്റെ പ്രീ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, സബിൻ്റെ പ്രീ ബോർഡ്. അതുകൂടാതെ നമ്മൾ USB പാനൽ വെച്ചിരിക്കുന്ന കുറച്ച് വലിയ ഡിസ്പ്ലേ വൈറ്റ് കളറിലുള്ളതാണ്. ഈ വീഡിയോയിൽ നമുക്ക് ചെറിയൊരു ബ്ലൂ ആയിട്ട് തോന്നുന്നതാണ്. കറക്റ്റ് അത് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് ഡിജിറ്റൽ ഇൻപുട്ട് കൂടി ചേർത്തിട്ടുണ്ട്. HDMI ARC ഒപ്റ്റിക്കൽ കോയാക്സിൽ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റീരിയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട് പാനലിൽ എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു, ബാക്ക് പാനലിൽ ഉപയോഗിച്ചിരിക്കുന്നു, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന് മുൻവശം വന്നിരിക്കുന്നത്. 2 രീതിയിലാണ്. ഒന്ന് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഔട്ടറാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പോർഷൻ കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ഗ്ലാസ് ടൈപ്പിലാണ്. നമ്മൾ USB പാനലിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഫുള്ളായിട്ടും കൊടുത്തിരിക്കുന്നത് വോളിയത്തിനും അതുപോലെ തന്നെ മാസ്റ്റർ വോളിയം, ബേസ്, ട്രിബിൾ, സബ് വൂഫറിന് സെലക്ടർ, ഇതിന് വേണ്ടിയിട്ട് എല്ലാ നോബുകളും മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ടൈപ്പിലെല്ലാം മെറ്റലാണ്, അതുകൊണ്ട് കുറച്ച് വില കൂടുതലാണ്. ഇത് മാസ്റ്റർ വോളിയാണ്. 3 ചാനലിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ എൽകോമിൻ്റെ നല്ലൊരു പവർ ഓൺ സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം വന്നിരിക്കുന്നത് ഓരോ ചാനലിലേക്കുള്ള കൺട്രോളുകളാണ്. ഇത് വോളിയാണ്, ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയം മാത്രമാണിത്. അതിൻ്റെ ബേസും ട്രിബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സബ് വൂഫറിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സബ്ബുവിന് കുറച്ച് ബേസ് കൂടുതൽ വേണമെങ്കിൽ സെപ്പറേറ്റ് അങ്ങനെ കൂട്ടാം. ഇത് സെലക്ടറാണ്. സെലക്ടറിൽ വന്നിരിക്കുന്നത് USB, അതുപോലെ തന്നെ HDMIക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു ഓക്സ് അനലോഗ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് USB കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട്. നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. ഇത് വൈറ്റ് ആണ്. വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊരു ബ്ലൂ ആയിട്ട് തോന്നുന്നതാണ്. അതുപോലെ തന്നെ ഈ ലൈറ്റുകളും വൈറ്റ് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള റിമോട്ടും ഉണ്ട്. അതായത് പാട്ട് സെലക്ട് ചെയ്യാനുള്ള ബട്ടണുകൾ, നെക്സ്റ്റ് ചെയ്യാനുള്ള വോളിയം അപ്പും ഡൗൺ ഉള്ളത്, മോഡ് സെലക്ട് ചെയ്യാം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മൾ TV എന്നുള്ള HDMI ARC കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പവർ ഓഫ് ചെയ്ത് വയ്ക്കാനും സാധിക്കും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ബാക്ക് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അക്രിലിക് പാനൽ തന്നെയാണ്. മാറ്റ് ഫിനിഷിലാണ് ബാക്ക് ചെയ്തിരിക്കുന്നത്. ഫുള്ള് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഇത് FM-ൻ്റെ ഔട്ടാണ്. നമ്മൾ RCയിൽ കൊടുത്തെന്ന് മാത്രമേ നമ്മൾ FM ഇതിനകത്ത് ഇൻബിൽറ്റ് ഉണ്ട്. അതുകൊണ്ട് FM-ൻ്റെ ആൻറ്റിനെ നമ്മൾ ഇതുവഴി കൊടുത്തു. ഇതിൽ ഒരു ഓക്സിലറി ഇൻപുട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്സ് 2 ഇതിനകത്ത് ഇല്ല. ഒരു ഓക്സിലറി ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ ഇൻപുട്ടാണ്. HDMI ARC കോയാക്സിൽ ഒപ്റ്റിക്കൽ. പിന്നെ അതുകൂടാതെ നമുക്കിത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഏത് ഇൻപുട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ഇതേപോലെ കളർ ചേഞ്ച് ആവും. നമുക്ക് ഇതിപ്പോൾ HDMI ARCയിലാണ് കിടക്കുന്നത്. ഇത് കോയാക്സിൽ, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ. ഇങ്ങനെ നമുക്കിത് മാനുവലായിട്ട് തന്നെ ഇതിനകത്ത് ബട്ടണിൽ പ്രസ് ചെയ്താണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ ഓക്സ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പ്രാവശ്യം ഓക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇൻപുട്ടിൽ ഇട്ടതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഇൻപുട്ട് ഈ ബട്ടണിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ബനാന സോക്കറ്റാണ് നമ്മൾ കുറച്ച് കൂടിയത് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് പ്ലസും മൈനസും അങ്ങനെയാണ്. ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെയും അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ ഔട്ടാണ് ഈ
സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ 3 പിൻ സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. എൽകോമിൻ്റെ തന്നെ നല്ലൊരു 3 പിൻ സോക്കറ്റാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കേബിളും നല്ല ഹെവി ആയിട്ടുള്ള കേബിളാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് അതിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് പവർ സപ്ലൈ സെക്ഷനാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കുന്ന ടൊറോയുടെ ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പല രീതിയിൽ വോൾട്ടേജ് എടുത്തിട്ടുണ്ട്. സബ്വൂഫറിൻ്റെ പ്രീക്ക് വേണ്ടി, അതുപോലെ തന്നെ BT ബോർഡിന് വേണ്ടി, HDMI കാർഡിന് വേണ്ടി, ആംപ്ലിഫയർ സെക്ഷൻ, ഇങ്ങനെ പല രീതിയിൽ വോൾട്ടേജ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ് സ്റ്റാർട്ടർ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ പേരിലുള്ള പവർ സപ്ലൈ ആണ്. ഇതിന് 10,000-ന്റെ 2 കപ്പാസിറ്ററാണ് നമ്മൾ ചാനലുകൾക്കും സബ്വൂഫറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇത് BT ബോർഡിന്, സബിൻ്റെ പ്രീക്ക് വേണ്ടി, ഫാനിന് വേണ്ടി സെപ്പറേറ്റ് ഒരു 12 വോൾട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു 12 വോൾട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ BT ബോർഡ് വന്നിരിക്കുന്നത്. ഇത് സബിൻ്റെ ഫിൽറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഫ്രണ്ട് പാനലിൽ നമ്മൾ USB പാനൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ IC വരുന്നത്. TDA 7294 ആണ് നിങ്ങൾ നോക്കി എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ 2 IC ആണ് ഒരു ചാനലിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ചാനലിലേക്ക് വേണ്ടിയിട്ട് 6 IC, ഏകദേശം ഒരു 150 വാട്ടോളം നമുക്ക് 4 ohmsൽ ലഭിക്കും. കുറച്ച് നല്ല ക്ലാരിറ്റി ഉള്ള IC ആണ് ഇത്, അതായത് ഓഡിയോ ക്വാളിറ്റി ഉള്ള IC ആണ്. പവർട്രിക്കിൻ്റെ 2.1 ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന HDMI ARC ഒപ്റ്റിക്കൽ കൊയാക്സിലിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ ബോർഡ് ഡീകോഡർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ബക്ക് കൺവെർട്ടറും വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് നിർത്താനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കൂളിംഗ് ഫാൻ, നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ ഹീറ്റാവും. TDICകളൊക്കെ അങ്ങനെ തന്നെയാണ്, കുറച്ച് ഹീറ്റിംഗ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വലിയ ഒരു ഹീറ്റ് സിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഡീഷണൽ അത് കൂടാതെ ഒരു കൂളിംഗ് ഫാനും കൊടുത്തിരിക്കുന്നു. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ തന്നെ സബ്വൂഫർ 3 പിൻ സോക്കറ്റാണ് നമ്മൾ പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾവശവും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. സബ്വൂഫറും കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിൻ്റെ വോളിയം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. സ്റ്റീരിയോയിൽ എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സബ്വൂഫറിൻ്റെ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ലെഫ്റ്റ് റൈറ്റ് ബോക്സും സബ്വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇന്റീരിയലും കണ്ടിരിക്കും. ഓഡിയോയ്ക്ക് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സോങ്സുകൾ ഇടുന്നത്. ഷോർട്സിലൊക്കെ ഞാൻ അത്യാവശ്യം ഫിലിം സോങ്സ് ഇടാറുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫിലിം സോങ്സ് വെച്ചിട്ടുള്ള മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെയുള്ള റീമിക്സ് പാട്ടുകൾ ഇടാറുണ്ട്. നോർമൽ മലയാള പാട്ടുകൾ ഇടാറുണ്ട്. നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. ഡയറക്റ്റ് കോൾ വിളിക്കുക. എനിക്ക് കോൾ വിളിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. മിക്കവാറും കടയിലൊക്കെ കസ്റ്റമർ വന്നാൽ മാത്രമാണ് ചില സമയത്ത് എടുക്കാത്തത്. അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു 90% കോളുകളെല്ലാം ഞാൻ എടുക്കാറുണ്ട്. ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വില ചോദിച്ചു, ആ വില പറയാമെന്ന് മാത്രമുള്ളൂ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ ഇതിനകത്ത് ബോർഡുകൾ, എത്ര വാട്ട്, അതിൻ്റെ രീതിയിലുള്ള വില വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ചാറ്റിങ് കൂടി ഇരുന്നാൽ സാധിക്കില്ല. അതുകൊണ്ടാണ് കോൾ വിളിക്കാൻ പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ ഉണ്ട്. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ